ശ്രീ ജോർജ് പൊടിപ്പാറ, ഇത്തവണ വീണ ജോർജിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് ആറന്മുളയിലുള്ള ആളുകളോട് സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കാൻ. തീർച്ചയായിട്ടും ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഇപ്പോ മദ്യനയ മാറ്റത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതികരണം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതെ, സ്വാഭാവികമായിട്ടും നേരത്തെ മുതൽ തന്നെ ഓർത്തഡോക്സ് സഭ ഇക്കാര്യത്തിൽ സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ബാറുകളുടെ എണ്ണം ഈ സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ 10 വർഷം മുമ്പ് LDF സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 1500ഓളം ബാറുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം. പക്ഷെ ആറന്മുള പോലെ, ചെങ്ങന്നൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഓർത്തഡോക്സ് സഭയ്ക്കൊക്കെ വലിയ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വീണ ജോർജും സജി ചെറിയാനും ഒക്കെ വിജയിച്ചത് ഓർത്തഡോക്സ് സഭയുടെ ഉദാരമായ പിന്തുണ കൊണ്ടാണ്. പക്ഷെ ഇപ്പോ ഈ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ ആ സഭയുടെ നിലപാട് അതികർക്കശമായിട്ട് ഇത്തരം നടപടികൾക്കെതിരാണെങ്കിൽ വീണ ജോർജിനും സജി ചെറിയാനും ഒക്കെ അത് ഒരുപക്ഷെ വലിയ തിരിച്ചടിയായേക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഒക്കെ ഇത്തരം സഭകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഒരുപക്ഷെ കാര്യമായ ഒരു തിരിച്ചടിക്ക് വഴിയൊരുക്കുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ മറ്റ് ജില്ലകളിലെ നേട്ടം കൊണ്ട് ഇതിനെ മറികടക്കാമെന്നായിരിക്കാം അവർ കരുതുന്നത്. എന്തോ നമുക്കറിയില്ല, കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വീണ ജോർജിനെ വെള്ളം കുടിപ്പിക്കുന്ന പണിയാണിതെന്നുള്ളതിൽ യാതൊരു സംശയം.